അപ്പോൾ ഈ MLA സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള കാരണം എന്താ? കേരളത്തിനകത്ത് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു കോക്കസ് രാഷ്ട്രീയമുണ്ട്. ആ കോക്കസ് രാഷ്ട്രീയത്തിൻ്റെ ചില അല്ലെങ്കിൽ പുറത്തു വരാനിടയുള്ള കഥകളെല്ലാം ഇവരെയെല്ലാം പരസ്പരം അലോസരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏതവസ്ഥയിലും ഇത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ആ നിലവാര തകർച്ച, അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മാന്യത കളഞ്ഞതാര് എന്നുള്ളതാണല്ലോ നമ്മുടെ ടൈറ്റിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം ഇന്ന് വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് അവതരിപ്പിക്കുന്ന പോലെയാണോ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്? ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ആരും എന്നോട് കളിക്കണ്ട, ആരും കളിക്കണ്ട. ഇതിനൊക്കെ നിങ്ങൾ നോക്കൂ, ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ നികുതി പണം വാങ്ങുന്ന നിതിൻ ഗഡ്കരി ഇന്ന് മുഖ്യമന്ത്രിയും ഏതാണ്ട് അതേ സ്വഭാവത്തിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. എൻ്റെ കയ്യിലും ചില കാര്യങ്ങളുണ്ട്, മുഖ്യമന്ത്രിയുടെ കയ്യിലും ചില കാര്യങ്ങളുണ്ട്, പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി നിലയിൽ ഇപ്പോൾ ഞാനത് പുറത്തുവിടുന്നില്ല എന്നാണ്. അത് VD സതീശൻ പറഞ്ഞ ഭാഷയുടെ മറുവശമായിരുന്നില്ലേ? അല്ല, അതാണല്ലോ പറഞ്ഞത്. ഇത് ആരാണ് കേരളത്തിൽ തുടങ്ങി വെക്കുന്ന ആരാ? VD സതീശൻ ഇന്നലെ കേരളത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ധ്വനി എന്താണ്? നിങ്ങളൊരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു VD സതീശനെങ്കിൽ ഇങ്ങനെയാണോ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്? അദ്ദേഹത്തിന് കയ്യിലുള്ള ഏതെങ്കിലും കാര്യം അത് അദ്ദേഹത്തിന് പറയാമായിരുന്നു. എൻ്റെ കയ്യിൽ ചില വസ്തുതകൾ ലഭിച്ചിട്ടുണ്ട്, അത് വസ്തുതകളാണോ എന്ന് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വസ്തുതകളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കും, അത് കേരള സമൂഹത്തിൽ ഒരു പക്ഷേ ഞെട്ടലുണ്ടാക്കാം. ഇതല്ലേ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് പറയേണ്ടിയിരുന്നത്? അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? ഏതാണ്ടൊരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ്, ഒരു ബ്ലാക്ക് മെയിൽകാരൻ്റെ മനോനിലയോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിൽ നിന്നും കോൺഗ്രസ്